ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ സമ്മർ സീരീസിലെ മൂന്നാമത്തെ റെസിപ്പി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സവർ പൈനാപ്പിൾ ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ സ്വീറ്റ് ആൻഡ് സവർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബാറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് എടുത്ത വീഡിയോ ലുക്സ് ലൈക്ക് അത് റെക്കോർഡ് ആയില്ല. പക്ഷെ അപ്പൊ ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 കപ്പ് മൈദമാവ്, 1 കപ്പ് കോൺസ്റ്റാർച്ച്, അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ചേർത്തതിന് ശേഷം 1 മുട്ടയും 2 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്ത് കലക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എന്നിട്ട് ഈ ബാറ്ററിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മീറ്റ് എന്ന് പറയുന്നത് തൈ മീറ്റ് ആണ്. അപ്പൊ ഞാൻ ഡാർക്ക് മീറ്റ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല മോയ്സ്ചറായിട്ട് അല്ലെങ്കിൽ നല്ല ടെൻഡർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ മീറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത് ഞാൻ ബോൺലെസ് തൈസ് ആണ് മേടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് വെക്കണം. അതിനുശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പിന്നെ സ്വീറ്റ് ആൻഡ് സവർ പൈനാപ്പിൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 20 മിനിറ്റ് ഒന്ന് വെക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെ ബാച്ച് ആയിട്ട് ഇട്ട് നമ്മൾ നല്ല ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ പെട്ടെന്ന് വേഗം. പിന്നെ നമുക്ക് ഒരുവിധം നല്ല ഗോൾഡൻ ബ്രൗൺ ആണ് വേണ്ടത്. അപ്പൊ അതിന് നമുക്ക് വേണ്ട ഷെയ്ഡിന് ഒരു ഷെയ്ഡ് കുറച്ച് വേണം ഇത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരു ഷെയ്ഡൂടെ ഡാർക്കർ ആവും. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ബാച്ച് ആയിട്ടൊന്ന് വറുത്ത് എടുക്കട്ടെ. അപ്പൊ നമ്മുടെ സ്വീറ്റ് ആൻഡ് സവർ പൈനാപ്പിൾ ചിക്കന് വേണ്ടി ഒരു വലിയ സവാള ഞാനിങ്ങനെ ക്യൂബ് സൈസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ആണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര തന്നെ 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 3-4 സ്പ്രിംഗ് അണിയൻ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണ് 2 എണ്ണം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ സോയ് സോസ് ആണ്. ഇത് 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 1.5 ടീസ്പൂൺ വിനീഗർ, കുറച്ച് മല്ലിയില. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. അപ്പൊ ഇത് പിന്നെ ഇത് കോൺസ്റ്റാർച്ച് ആണ്. ഇത് ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഇത് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് തിക്നർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് 1.5 ടീസ്പൂൺ കോൺസ്റ്റാർച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ സ്വീറ്റ് ആൻഡ് സവർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പം നമ്മുടെ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ച കൂട്ടത്തിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് പച്ചമണം മാറി വരണം. അപ്പം നമ്മുടെ പച്ചമണം മാറി വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കെച്ചപ്പിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം. അല്ല നിങ്ങൾക്കിപ്പോൾ ടൊമാറ്റോ സോസ് ആണെങ്കിലും നമുക്കിവിടെ അത് കെച്ചപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ സോയ് സോസ് ആണ്. ഞാൻ ലോ സോഡിയം സോയ് സോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര രണ്ടായാലും വിരോധമില്ല, അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇപ്പൊ നമ്മൾ വിനീഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊരു 1.5 ടീസ്പൂണോളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ വിനീഗറിന്റെ ടേസ്റ്റ് ഒത്തിരി മുന്നിട്ട് നിൽക്കാൻ പാടില്ല. എല്ലാം കൂടെ വളരെ ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് അപ്പൊ എനിക്കൊരു 1/2 ടീസ്പൂണും കൂടെ പിന്നെ ഞാൻ ഒഴിച്ചു. അപ്പൊ ഏകദേശം ഒരു 2 ടീസ്പൂണാണ് ഞാനിപ്പം വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
എടുത്തിരിക്കുന്ന നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിന് എല്ലാവർക്കും അറിയാലോ, അത്രയും ക്രഞ്ചി ആയിട്ട് ഇരിക്കണം, അല്ലാതെ ഒരുപാട് അങ്ങ് വെന്ത് ഇതായി പോകാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അതിൻ്റെ ഒപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഒത്തിരി നേരം ഇട്ട് വേവിക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അനിയൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടേസ്റ്റ് നോക്കിയിട്ട് പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സോസും പിന്നെ പൈനാപ്പിളിന്റെ ജ്യൂസും അതെല്ലാം നന്നായിട്ടൊന്ന് ഈ ചിക്കനിലെല്ലാം നന്നായിട്ടൊന്ന് കോട്ടാവണം. ഒരു 5 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ. നമ്മളൊരു ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് ഓൾറെഡി എല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോണത് 1.5 ടീസ്പൂൺ നമ്മുടെ കോൺസ്റ്റാർച്ചും വെള്ളവും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ സോസ് ഒന്നും കൂടി തിക്കനാക്കിയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് എല്ലാത്തിലേക്കും ഒന്ന് പിടിക്കും. അപ്പം നമുക്ക് ഒട്ടും ലിക്വിഡ് കൂടുതലില്ലാത്ത നല്ല രീതിയിലുള്ള ചിക്കൻ തയ്യാറായി കിട്ടും. ഇപ്പൊ ഞാൻ മല്ലിയിലയും കൂടി തൂവി ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി. അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സവർ പൈനാപ്പിൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് വെറും റൈസിന്റെ കൂടെ ആണെങ്കിലും അതല്ല ഫ്രൈഡ് റൈസിന്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇന്ന് പ്ലെയിൻ റൈസിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.